നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മദ്യലഹരിയിലുണ്ടായ സംഘർഷത്തിൽ ചേട്ടന്റെ വെട്ടേറ്റ് അനുജൻ മരിച്ചു. അതിരപ്പിള്ളി ശാസ്താംപൂവം ആദിവാസി സങ്കേതത്തിലെ സത്യനാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സത്യന്റെ സഹോദരൻ ചന്ദ്രമണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലഹരിക്കടത്ത് തടയാൻ കടലും അഴിമുഖവും കേന്ദ്രീകരിച്ച് എക്സൈസ്, ഫിഷറീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, തീരദേശ പോലീസ് സംയുക്ത പരിശോധന നടത്തി. വാർത്തകൾ വിശദമായി. മദ്യലഹരിയിലുണ്ടായ സംഘർഷത്തിൽ ചേട്ടന്റെ വെട്ടേറ്റ് അനുജൻ മരിച്ചു. അതിരപ്പിള്ളി ശാസ്താംപൂവം ആദിവാസി സങ്കേതത്തിലെ 40 വയസ്സുള്ള സത്യനാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സത്യന്റെ സഹോദരൻ ചന്ദ്രമണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച വൈകിട്ട് 7ഓടെ കണ്ണംകുഴി വടാട്ടുപാറ വനത്തിലായിരുന്നു സംഭവം. മരിച്ച സത്യനെ വെട്ടുന്നത് തടയാൻ ശ്രമിച്ച ചന്ദ്രമണിയുടെ ഭാര്യ മായയ്ക്ക് കഴുത്തിൽ വെട്ടേറ്റു. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വനവിഭവങ്ങൾ ശേഖരിക്കാനായി ഇവർ കുറച്ചുനാളായി കണ്ണംകുഴി വടാട്ടുപാറ വനത്തിൽ കുടിൽകെട്ടി താമസിച്ചു വരികയായിരുന്നു. മദ്യലഹരിയിലുണ്ടായ തർക്കം വാക്കേറ്റത്തിലും പിന്നീട് കയ്യാങ്കളിയിലുമെത്തി. ഇതിനിടെ ചന്ദ്രമണി വെട്ടുകത്തിയെടുത്ത് സത്യനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. മരിച്ച സത്യന്റെ ഭാര്യ ലീലയാണ് കണ്ണംകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി സംഭവം അറിയിച്ചത്. തുടർന്ന് വനപാലകരും പോലീസും സ്ഥലത്തെത്തി പരിക്കേറ്റ മായയെ ആശുപത്രിയിലെത്തിച്ചു. ക്രിസ്തുമസ് നവവത്സരാഘോഷങ്ങൾക്ക് മുന്നോടിയായി തീരസുരക്ഷ ഉറപ്പാക്കാനും കടൽ വഴിയുള്ള മയക്കുമരുന്ന് കടത്ത് തടയുന്നതിനുമായി ഇരിങ്ങാലക്കുട എക്സൈസ് സർക്കിൾ ഓഫീസ്, കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഓഫീസ്, ഫിഷറീസ് സ്റ്റേഷൻ അഴീക്കോട്, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിങ്, അഴീക്കോട് തീരദേശ പോലീസ് എന്നീ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കടലിൽ സംയുക്ത പരിശോധന നടത്തി. ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോൾ, FAO സുമിത, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ N ശങ്കർ, ബാലസുബ്രഹ്മണ്യൻ, അഴീക്കോട് കോസ്റ്റൽ സബ് ഇൻസ്പെക്ടർ രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് രൂപീകരിച്ച പ്രത്യേക സംഘം ക്രിസ്തുമസ് നവവത്സരാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ തീരദേശം കേന്ദ്രീകരിച്ച് വ്യാജമദ്യവും സ്പിരിറ്റും കഞ്ചാവും എത്താൻ സാധ്യതയുണ്ടെന്ന സൂചനയെ തുടർന്നായിരുന്നു പരിശോധനയും പട്രോളിംഗും നടത്തിയത്. കരയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ കടലിലുള്ള എല്ലാ മത്സ്യബന്ധന യാനങ്ങളും സംഘം പരിശോധിച്ചു. അഴീക്കോട് മുനയ്ക്കൽ മുതൽ ചേറ്റുവ വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കടലിൽ പോയ മത്സ്യബന്ധന ബോട്ടുകളാണ് പ്രധാനമായും പരിശോധിച്ചത്. ഗോവ, മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കടൽ മാർഗം മദ്യവും സ്പിരിറ്റും എത്താറുണ്ട്. ഇങ്ങനെ കടൽ വഴി എത്തുന്ന മദ്യം നേരത്തെ അധികൃതർ പിടികൂടിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പരിശോധന. കരയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈലിനുള്ളിൽ കണ്ട ബോട്ടുകളും അഴിമുഖം വഴി കടലിൽ നിന്ന് കയറി വന്ന ബോട്ടുകളുമാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. കൊടുങ്ങല്ലൂർ എക്സൈസ് ഇൻസ്പെക്ടർ പ്രദീപ് VS, പ്രിവൻറ്റീവ് ഓഫീസർമാരായ ഉണ്ണികൃഷ്ണൻ KK, എൽദോ IV, മറൈൻ എൻഫോഴ്സ്മെന്റ് വിങ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ ഷിനിൽ കുമാർ, ഷൈബു VM, പ്രശാന്ത് കുമാർ VN, സീ റെസ്ക്യൂ ഗാർഡ്മാരായ ഹുസൈൻ, വിജീഷ് എന്നിവർ നേതൃത്വം നൽകി. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സീ റെസ്ക്യൂ ബോട്ടിലാണ് പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്ന് സംയുക്ത പട്രോളിംഗ് സംഘം അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. അന്യായമായി വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പുത്തഞ്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB ഓഫീസിലേക്ക് റാന്തൽ വിളക്ക് കത്തിച്ച് മാർച്ച് നടത്തി. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം മാണിയംകാവ് KSEB ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സമരം കോൺഗ്രസ് DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നു എന്നുണ്ടെങ്കിലും ഇതൊരു കോൺഗ്രസ് സമരമല്ല, മറിച്ച് ഒരു ജനകീയ സമരമാണ്. തിരുവനന്തപുരത്ത് സമരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു ഓട്ടോ ഡ്രൈവർ കടന്നു വരികയാണ്. വളരെ ബുദ്ധിമുട്ടി തന്റെ കുടുംബം ജീവിക്കുന്ന 2 മക്കളുള്ള ഭാര്യയുള്ള ഒരാൾ കടന്നു വന്നുകൊണ്ട് CPM-കാരനായ ഒരാൾ കടന്നു വന്ന് കോൺഗ്രസ്സുകാരൻ പ്രസംഗിക്കുമ്പോൾ കടന്നു വന്നിട്ട് പറയുന്നത്, ഒരു മാസത്തിൽ 2 മാസം വരുമ്പോൾ 2500 രൂപയാണ് ഞാൻ ബില്ലടയ്ക്കേണ്ട ഗതികേട് വരുന്നത്. എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? സാധാരണക്കാരായുള്ള ആളുകളുടെ അഭിപ്രായം ഇതാണ്. ഈ മാർച്ച് അങ്ങോട്ട് പോകുമ്പോൾ ആളുകളൊക്കെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കോൺഗ്രസിനെ നോക്കിക്കാണുന്നത്. നമ്മൾ മാർച്ചിന്റെ പേര് പോലും റാന്തൽ മാർച്ച് എന്നുള്ളതാണ്.
മണ്ഡലം പ്രസിഡന്റ് VA നദീർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു, ആന്റണി പയ്യപ്പിള്ളി, ശൈല പ്രകാശൻ, TS ഷാജി, ജിജോ അരിക്കാടൻ, അഡ്വക്കേറ്റ് VS അരുൺരാജ്, CK യുധി മാസ്റ്റർ, PS സുഭാഷ്, MK കാഞ്ചന, പ്രജീഷ് കളരിക്കൽ, PC ബാബു, സജിൻ ഉമ്മർ എന്നിവർ പ്രസംഗിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കർഷക രോഷാഗ്നി പ്രകടനത്തിന്റെ ഭാഗമായി മാളയിൽ നടന്ന പ്രതിഷേധം കിസാൻ സഭ ജില്ലാ സെക്രട്ടറി KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് ഇന്ന് കേരളത്തിൽ പ്രതിസന്ധിയിൽ നിലനിൽക്കുകയാണ്. ആ പ്രതിസന്ധി പരിഹരിച്ച് അതിശക്തമായി ആ ബോർഡിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് AITC-യുടെ നേതൃത്വത്തിലുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ കേരളത്തിൽ ഈ സമരവുമായി ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. 1990-ലാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് നിലവിൽ വരുന്നത്. നിലവിൽ വന്നതിന് ശേഷം സെസ് പിരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. തൊഴിലാളികളുടെ അംശാദായം അടയ്ക്കുന്നുണ്ട്, മറ്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ തൊഴിൽ വകുപ്പിനെയാണ് സെസ് പിരിക്കുന്നതിന് വേണ്ടി ഇത് ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ തൊഴിൽ വകുപ്പ് തെറ്റായ നടപടി സ്വീകരിച്ച് 10 കൊല്ലം മുൻപുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സെസ് പിരിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വകുപ്പ് തയ്യാറായില്ല. കടുത്ത അനാസ്ഥയാണ് തൊഴിൽ വകുപ്പ് ഈ കാര്യത്തിൽ കാണിച്ചത്. പിന്നീട് AITC-യുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭവും സമരവുമായി വന്നപ്പോഴാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിനകത്ത് ഗ്രാമപഞ്ചായത്തുകൾ സെസ് പിരിക്കണം എന്ന് തീരുമാനിച്ചത്. പക്ഷെ അത് തന്നെ വേണ്ടത്ര രീതിയിൽ ഇപ്പൊ കേരളത്തിൽ നടപ്പിലായിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന രാഷ്ട്രീയ പകപോക്കലിനെതിരെ വയനാട് പ്രകൃതി ദുരന്തത്തിൽ ജീവനോപാധികളും കിടപ്പാടങ്ങളും നഷ്ടപ്പെട്ട മനുഷ്യരെ സഹായിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രോഷാഗ്നി പ്രകടനം സംഘടിപ്പിച്ചത്. CPI മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ, കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി സുരേഷ് കൊച്ചേരി, മണ്ഡലം പ്രസിഡന്റ് PF ജോൺസൺ, CPI മാള ലോക്കൽ സെക്രട്ടറി MK ബാബു എന്നിവർ സംസാരിച്ചു. VM വത്സൻ, KV പ്രദീപ്, VS ഗോപാലകൃഷ്ണൻ, ബൈജു മണന്തറ, KK പരമു എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ AITUC മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൻചിറ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭ നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് വയനാട്ടിലെ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നത്. പക്ഷെ അതിന് പകരം കേരളത്തെ കളിയാക്കുന്നൊരു സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. കേരളത്തിലെ 3 വാർഡുകളിലല്ലേ ദുരന്തമുണ്ടായി എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ചോദിക്കുന്നത്. 600ഓളം മനുഷ്യൻ മരിച്ച സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. അവിടുത്തെ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച അടിയന്തര ധനസഹായം അനുവദിക്കണം. അവിടെ മരണപ്പെട്ട ആളുകളുടെ നാഷണലൈസ്ഡ് ബാങ്കുകളിലെ ലോണുകൾ എഴുതി തള്ളുന്നതിന് വേണ്ടിയുള്ള നടപടി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് സമ്മേളനത്തിൽ തമിഴ്നാട്ടിലെ ഒരു പാർലമെൻറ്റ് മെമ്പർ ബഹുമാനപ്പെട്ട കനിമൊഴി കേരളത്തിന് വേണ്ടി സംസാരിച്ചു. നമുക്കെല്ലാം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുരേഷ് ഗോപി MP കേന്ദ്രമന്ത്രിയാണ്, കേന്ദ്ര സഹമന്ത്രി. പക്ഷെ കേരളത്തെ കളിയാക്കുന്ന രീതിയിലാണ് പാർലമെൻറ്റിലിരുന്ന് അദ്ദേഹം ഒരു അംഗവിക്ഷേപം നടത്തിയത്. ഈ കേരളത്തിലെ മുഴുവൻ മലയാളികളും കണ്ടത്. PK വിശ്വംഭരൻ, KV സുജിത് ലാൽ, TN വേണു, UV വാസുദേവൻ, സിദ്ദിഖ് തോട്ടുക്കൽ, CK സുരേന്ദ്രൻ, PS അഭിലാഷ്, AK സാമു, ഭാനു വിക്രമൻ, സനിൽ തുടങ്ങിയവർ സംസാരിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിനെ സംരക്ഷിക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സെസ് പിരിച്ചെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. പ്രധാന വാർത്തകൾ വീണ്ടും. മദ്യലഹരിയിലുണ്ടായ സംഘർഷത്തിൽ ചേട്ടന്റെ വെട്ടേറ്റ് അനുജൻ മരിച്ചു. അതിരപ്പിള്ളി ശാസ്താംപൂവം ആദിവാസി സങ്കേതത്തിലെ സത്യനാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സത്യന്റെ സഹോദരൻ ചന്ദ്രമണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലഹരിക്കടത്ത് തടയാൻ കടലും അഴിമുഖവും കേന്ദ്രീകരിച്ച് എക്സൈസ്, ഫിഷറീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, തീരദേശ പോലീസ് സംയുക്ത പരിശോധന നടത്തി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.